നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബു വിഷയത്തിൽ തന്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നൊക്കെ തള്ളി മറിക്കുകയായിരുന്നു ഇതുവരെ കണ്ണൂരിലെ ഈ സഖാത്തി. എന്നാൽ കളിയാകെ മാറിയിരിക്കുകയാണ്. പുതിയ കുറച്ച് തെളിവുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത്ര നിസ്സാര വിഷയമല്ല പുറത്തായിരിക്കുന്നത്. കണ്ണൂരിലെ CPM കോട്ടകൾ വിറച്ചിരിക്കുകയാണ്. PP ദിവ്യയെ ഇതുവരെ താങ്ങി നിർത്തിയിരുന്ന CPM നേതാക്കൾ പോലും അടപടലം തേഞ്ഞൊട്ടുന്ന വിവരങ്ങളാണ് പുറത്തായിരിക്കുന്നത്. യാത്രയയപ്പ് ചടങ്ങിൽ ADM നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രിത നീക്കം നടത്തി എന്നാണ് ഇപ്പോൾ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ ഉള്ളത്. അതായത് ആ യോഗത്തിലേക്ക് കയറി ചെന്ന് സതുദ്ദേശത്തോടെ അല്ല ദിവ്യ പെരുമാറിയത്. അങ്ങനെ ഒരു യോഗത്തിൽ കയറി ചെന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതായത് ആ മനുഷ്യനെ അപമാനിക്കാൻ കൃത്യമായ പ്ലാനിങ് നടത്തി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചടങ്ങിന് മുൻപ് ദിവ്യയുടെ സഹായി 4 വട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ട്. പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും വീഡിയോ കൈപ്പറ്റിയതും ദിവ്യയാണ് എന്ന് കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ആ യോഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ദിവ്യ ഒരു വീഡിയോഗ്രാഫറെയും കൂടി കൊണ്ടുപോയിരുന്നു. എന്നാൽ അതൊന്നും താൻ അറിഞ്ഞതേയില്ല. ഈ വീഡിയോ എങ്ങനെ പുറത്തുപോയി എന്ന് എനിക്കറിയില്ല എന്നൊക്കെയായിരുന്നു PP ദിവ്യ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ അതെല്ലാം അടപടലം പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. സഖാത്തിയുടെ കല്ല് വെച്ച നുണകൾ പൊളിഞ്ഞടുങ്ങി വീണിട്ടുണ്ട്. PP ദിവ്യ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ടുപോകുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അത് ചിത്രീകരിപ്പിക്കുകയും പിന്നീടത് വൈറലാക്കിയതും ദിവ്യയുടെ കുരുട്ടുബുദ്ധി തന്നെയാണ് എന്നുള്ള വിവരങ്ങൾ ശക്തമായി തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം PP ദിവ്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നല്ലോ, CBI അന്വേഷണം വേണ്ട എന്ന്. അതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു അവർ ഇരിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് പുഷ്പങ്ങൾ മണത്തുകൊണ്ടിരിക്കുന്ന ദിവ്യയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇങ്ങനെ കുറിച്ചത്. ഇലകൊഴിയും ശിശിരത്തിനപ്പുറം വസന്തം ഉണ്ടാകുക തന്നെ ചെയ്യും എന്നായിരുന്നു. ശരിയാണ്, അങ്ങനെ ഉണ്ടാകുക തന്നെ ചെയ്യും. കർമ്മ എന്നൊന്നുണ്ട്. അതിനെ എത്രയൊക്കെ നിങ്ങൾ എന്തൊക്കെ പ്രബല ശക്തികളാണെന്ന് പറഞ്ഞാലും അത് നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. വിതച്ചതേ കൊയ്യാൻ പറ്റുകയുള്ളൂ ദിവ്യ. അതായത് നവീൻ ബാബുവിനെ അധിക്ഷേപിക്കാൻ ഇത്രയേറെ ആസൂത്രണം നടത്തിയിട്ടും വഴിയെ പോകുമ്പോൾ പരിപാടിക്കെത്തി എന്നായിരുന്നു ദിവ്യയുടെ പ്രസംഗം. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ ഒരു ചാനലാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പെട്രോൾ പമ്പ് അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ല എന്ന് റിപ്പോർട്ടിലെ തന്നെ കണ്ടെത്തൽ. ഇവരുടെ കക്ഷത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നവീൻ ബാബു കുറ്റക്കാരനല്ല, അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ പച്ചയായ തെളിവ് പുറത്തു വന്നിരിക്കുന്നു. ആ മനുഷ്യനെയാണ് കൊന്ന് കെട്ടിത്തൂക്കിയത്. അതിന് മാപ്പില്ല. എത്രയൊക്കെ നിങ്ങൾ കുമ്പസരിച്ചാലും എത്രയൊക്കെ കവലപ്രസംഗം നടത്തിയാലും നിങ്ങളുടെ കൈകളിൽ നവീൻ ബാബുവിന്റെ രക്തക്കറ പുരണ്ടിട്ടുണ്ട് ദിവ്യ. അതുകൊണ്ട് ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. വിവാദ യാത്രയയപ്പിൽ നവീൻ ബാബുവിനെ PP ദിവ്യ പരസ്യമായി അധിക്ഷേപിച്ചത് ഒരാകസ്മിക സംഭവമായിരുന്നില്ല എന്നാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം യാത്രയയപ്പ് നിശ്ചയിച്ചത് 11-നാണ്. അന്ന് അവധി പ്രഖ്യാപിച്ചതിനാൽ ചടങ്ങ് മാറ്റിവെച്ചു. അന്ന് PP ദിവ്യ കളക്ടറെ പലതവണ വിളിച്ചിട്ടുണ്ട്. രാത്രിയിലെ ഫോൺ സംഭാഷണത്തിൽ കളക്ടറുടെ ഓഫീസ് സ്റ്റാഫിനെതിരെ സുപ്രധാന വിവരം പങ്കുവയ്ക്കാനുണ്ടെന്ന് പറഞ്ഞതായി അരുൺ K. വിജയന്റെ മൊഴിയുമുണ്ട്. യാത്രയയപ്പ് നടന്ന 14-ന് രാവിലെ ഒരു പരിപാടിക്കിടെ കണ്ണൂർ കളക്ടറോട് ദിവ്യ നവീൻ ബാബുവിനെ പറ്റി ആരോപണം ഉന്നയിക്കുന്നു. പെട്രോൾ പമ്പിന് NOC നൽകുന്നതിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തിയതായി വിവരമുണ്ടെന്ന് പരാതിയുണ്ടെങ്കിൽ തരാൻ ആവശ്യപ്പെട്ടാൽ തെളിവുണ്ടെന്നും പക്ഷേ വിഷയം വിടില്ല എന്നും ദിവ്യ പറഞ്ഞതായി കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉച്ചയോടെ 4 തവണ ദിവ്യയുടെ സഹായി കളക്ടറുടെ സഹായിയെ ഫോണിൽ വിളിച്ച് ചടങ്ങ് തുടങ്ങിയോ എന്ന് അന്വേഷിച്ചു. പിന്നീട് ദിവ്യ നേരിട്ട് കളക്ടറെ വിളിച്ച് വരുമെന്ന് പറയുന്നു. നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനെങ്കിൽ ഇതല്ല ഉചിതമായ സമയമെന്ന് പറഞ്ഞതായി കളക്ടർ വ്യക്തമാക്കി. എന്നിട്ടും ദിവ്യ എത്തി. ദിവ്യ മാത്രമല്ല, ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷൻ പ്രതിനിധികളും ക്യാമറയുമായി എത്തി.
ദിവ്യ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ എത്തിയതെന്ന് കണ്ണൂർ വിഷൻ പ്രതിനിധികളുടെ മൊഴി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ നടന്നത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. എന്തൊക്കെയായിരുന്നു ഈ സഖാത്തിയുടെ കള്ളിക്കമ്മിണിയുടെ പ്രഖ്യാപനങ്ങൾ. മടിയിൽ കനമില്ല, ഭയക്കാനില്ല, തൻ്റെ ഭാഗത്ത് തെറ്റില്ല, സത്യം തെളിയുക തന്നെ ചെയ്യും എന്നൊക്കെ വെച്ചലക്കുകയായിരുന്നില്ലേ. അതായത് CBI അന്വേഷണം വരുന്നു എന്ന ഘട്ടത്തിൽ തലകറങ്ങി താഴെ വീണ ഒരു ദിവ്യയെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഹൈക്കോടതി പറയുന്നു CBI അന്വേഷണം വേണ്ട എന്ന്. അതിനുശേഷമാണ് ഈ PP ദിവ്യ സോഷ്യൽ മീഡിയയിൽ കയറി അങ്ങ് നിരന്തരം പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയത്. അതായത് തൻ്റെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെയും ജനങ്ങളെയും അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെയും ഒക്കെ അങ്ങ് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു PP ദിവ്യയുടെ ചില പോസ്റ്റുകളൊക്കെ പുറത്തേക്ക് വന്നത്. അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും വീണ്ടും ആ പോസ്റ്റുകളൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കണം.